നക്ഷത്രത്തിൽ 27-ാമത്തേതായ രേവതി മീനം രാശിയെ പ്രതിനിധീകരിക്കുന്നു. ഇതിന് ബുധനാണ് ദശാനാഥൻ. ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ സൽസ്വഭാവികളും ആത്മാർത്ഥതയുള്ളവരുമായിരിക്കും. നല്ലതുപോലെ സംസാരിക്കുവാനും സന്ദർഭോചിതമായി പെരുമാറുവാനും ഇവർക്ക് നല്ല വശമായിരിക്കും. സ്വഭാവത്തിൽ ഇവർക്കൊരു പ്രത്യേകതയുള്ളത് ഇവർ ആരെയും ക്രമത്തിൽ കവിഞ്ഞ് വകവെച്ച് കൊടുക്കുകയോ ആരിലും വിധേയത്വം ഭാവിക്കുകയോ ചെയ്യുകയില്ലെന്നുള്ളതാണ്. തികഞ്ഞ സ്വതന്ത്ര ബുദ്ധികളും സ്വാതന്ത്ര്യപ്രേമികളുമായിരിക്കും ഇവർ. സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുന്ന വാക്കുകളോ പ്രവൃത്തികളോ ആരിൽ നിന്നുണ്ടായാലും ഇവർ നഖശിഖാന്തം അതിനെ നേരിടും. എന്നാൽ ചില വിഷമ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഇവർ പെട്ടെന്ന് ക്ഷീണിക്കും. അത്തരം കാര്യങ്ങൾ സഹിക്കാനോ വഹിക്കാനോ ഉള്ള മനഃശക്തി ഇവർക്ക് കുറവായിരിക്കും. ഹൃദയ ചാഞ്ചല്യം ഇവരിൽ കൂടുതലായി കാണും. തങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്ന കാര്യങ്ങളായാൽ പോലും മറ്റൊരാളോട് പറഞ്ഞേ ഇവർക്ക് മതി വരികയുള്ളൂ. രഹസ്യങ്ങളെ സൂക്ഷിക്കുക എന്ന സ്വഭാവം ഇവർക്കില്ലെന്നുള്ളതാണ് വാസ്തവം. രേവതി നക്ഷത്രക്കാർ സ്നേഹത്തിൻ്റെ പേരിൽ ആരെയും അത്ര വിശ്വസിക്കുന്നവരായിരിക്കുകയില്ല. വിശ്വസിച്ചു പോയാൽ അതിന് അഴിവുണ്ടായിരിക്കുകയില്ല. പാണ്ഡിത്യത്തിലും ഗവേഷണത്തിലും ഇവർ മുൻപന്മാരായിരിക്കും. ശാസ്ത്രീയവും കലാപരവുമായ എല്ലാ രംഗങ്ങളിലും ഇവർ ശോഭിക്കുന്നു. ഇവയിൽ ഏതെങ്കിലും കൊണ്ട് ഇവർ ജനമധ്യത്തിൽ അറിയപ്പെടുന്നവരും മാനിക്കപ്പെടുന്നവരുമായിരിക്കും. രേവതി നാളുകാരിൽ അധികം ആളുകളും കുറഞ്ഞൊരു മുൻകോപികളായി കാണപ്പെടുന്നു. ആരെന്തു പറഞ്ഞാലും സ്വന്തം അഭിപ്രായത്തെ മുറുകെ പിടിച്ചു പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് ഇവരിൽ അധികം ആളുകളും. അത് നിമിത്തം ഉണ്ടാകുന്ന സ്ഥലകാല പരിഗണനകൾ കൂടാതെ ആദർശത്തിൻ്റെ പേരിൽ ഇവർ പെട്ടെന്ന് ക്ഷോഭിക്കുകയും എന്തും സംസാരിക്കുകയും ചെയ്യും. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇവർ ശുദ്ധഹൃദയരാണ്. മനസ്സിലൊന്നും പുറമെ മറ്റൊന്നും എന്ന വിധമായിരിക്കുകയില്ല ഇവരുടെ സ്വഭാവം. ഈശ്വരഭക്തിയിൽ ഇവരെപ്പോലെ ഉറച്ച നില മറ്റാരിലും കാണുമോ എന്ന് സംശയമാണ്. ഇവരുടെ ഈശ്വരഭക്തി അടിയുറച്ചതായിരിക്കും. ദൈവാനുഗ്രഹം ഇവരെ എല്ലാ കാര്യത്തിലും പിന്തുടരുന്നു. ജീവജാലങ്ങളോടുള്ള കാരുണ്യം ഇവർ ചിലപ്പോഴെല്ലാം പ്രത്യക്ഷമാക്കുന്നതായി കാണാം. കോപാവേശം കൊണ്ട് പെട്ടെന്ന് ചെയ്തു പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പിന്നീട് ഇവർ പശ്ചാത്തപിക്കുന്നവരായിരിക്കും. ഈ നാളുകാർ കാവ്യ നാടകാലങ്കാര വേദികളിലോ വൈദ്യം ജ്യോതിഷം മുതലായ ശാസ്ത്രങ്ങളിലോ പാണ്ഡിത്യം സമ്പാദിക്കും. ഇതിൽ ഏതെങ്കിലും കൊണ്ട് ഇവർ മാന്യമായ ഒരു ജീവിതമാർഗം സൃഷ്ടിക്കുകയും ചെയ്യുന്നതായി അധികവും കണ്ടുവരുന്നു. ഔദ്യോഗിക രംഗങ്ങളിൽ ഇവർക്ക് ശരിയായി വിജയിക്കുവാൻ കഴിയുന്നു. വ്യാപാര രംഗം ശുദ്ധഗതിക്കാരും സത്യസന്ധരുമായ ഇവർക്ക് വിജയപ്രദമല്ല. കാര്യമായ പ്രയോജനങ്ങളൊന്നും സിദ്ധിക്കുന്നില്ല. സഹോദരങ്ങളെ കൊണ്ടുള്ള നന്മയും താരതമ്യേന ഇവർക്ക് കുറവായിരിക്കും. സഹോദരവർഗത്തിൽ നിന്ന് വ്യത്യസ്തമായ ജീവിത രീതിയും മനോഭാവവുമായിരിക്കും ഇവർ വെച്ചു പുലർത്തുന്നത്. രേവതി നാളുകാർക്ക് ജീവിതത്തിൽ പല പരിവർത്തനങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും. അധികം പേരും നാടും വീടും വിട്ട് ജീവിതത്തിൽ അധികം ഭാഗവും വിദേശത്തു കഴിയുന്നവരായിരിക്കും. സ്വന്തം പരിശ്രമം കൊണ്ട് ഇവരധികവും നന്നാകുന്നുള്ളൂ. പ്രവർത്തന രംഗങ്ങളിൽ ഇവർ പരാജിതരല്ല. അസാമാന്യമായ കഴിവുകളും സാമർഥ്യവും ഇവർക്ക് ജന്മസിദ്ധമാണ്. എന്നാൽ ഏതു കാര്യത്തെക്കുറിച്ചും പെട്ടെന്നുള്ള വിരസതയും തീരുമാനമെടുക്കുന്നതിൽ കാലവിളംബവും ഇവർക്കുള്ള പ്രത്യേകതകളാണ്. ഇതുകൊണ്ട് ഒരേ പ്രവർത്തനത്തിൽ ഉറച്ചു നിൽക്കാതെ ഇവർ മാറി മാറി പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ആരോഗ്യത്തെക്കുറിച്ച് ആളുകാർക്ക് അശേഷം ശ്രദ്ധയുണ്ടായിരിക്കുകയില്ല. ഔഷധ സേവയിലും പഥ്യാചരണത്തിലും ഇവർ വിമുഖന്മാരായിരിക്കും. കൂടെയുള്ള പനി, നീരിളക്കം, പീനസാദി ശിരോരോഗങ്ങൾ, ദന്തരോഗം ഇവയെല്ലാം ഇവരെ പിടിപെടാവുന്ന രോഗമാണ്. 50 വയസ്സുവരെ ഈ നാളുകാർക്ക് പരിശ്രമത്തിന് തക്കതായ ഫലപ്രാപ്തി കാണുന്നില്ല. ജയാപജയങ്ങളുടെ കാറ്റ് മാറി മാറി വീശിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിതമാണ് ഇവർക്ക് ഈ പ്രായം വരെ ഉണ്ടാകാറുള്ളത്. 22 വയസ്സിനുമേൽ സ്വന്തമായ ഒരു ജീവിതത്തിന് ഇവർ അടിസ്ഥാനമിടുകയും 24-നും 42-നും ഇടയ്ക്ക് പല വിധത്തിലുള്ള ജീവിത വൈഷമ്യങ്ങളോട് മല്ലിടുകയും ചെയ്യുന്നു. 27 വയസ്സ് മുതൽ ഇവർക്ക് സ്വപ്രയത്നത്താൽ അല്പാൽപ്പം ചില പുരോഗതി സിദ്ധിക്കുമെന്നിരിക്കലും 50 വയസ്സിനു ശേഷം മാത്രമേ ന്യായമായി പ്രതീക്ഷിക്കാവുന്ന സ്വസ്ഥമായ ഒരു ജീവിതമാർഗം ഇവർക്ക് സിദ്ധിക്കുകയുള്ളൂ. വിവാഹ ജീവിതത്തിൽ പൊതുവെ ഇവർ അനുഗ്രഹീതന്മാരായിരിക്കും. മനസ്സിന് ചേർന്നതും സാധുശീലകളുമായ ഭാര്യമാരായിരിക്കും ഇവർക്ക് കൂട്ടായി വരുന്നത്. എന്നാൽ ഇവരുടെ സ്വഭാവത്തിലുള്ള പ്രത്യേകത അറിഞ്ഞ് പെരുമാറാൻ പ്രാപ്തിയും നയചാതുര്യങ്ങളും ഇല്ലാത്ത ഭാര്യമാരാണെങ്കിൽ കുടുംബജീവിതം തികഞ്ഞ പരാജയത്തിൽ കലാശിക്കും. രേവതി നാളുകാരുടെ സാൻമാർഗിക ജീവിതത്തിന് അത്രയൊന്നും ഭ്രംശം വരാറുമില്ല. ഈ നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീകൾ സുശീലകളും സുന്ദരികളുമായിരിക്കും. മാന്യത അവകാശപ്പെടുന്ന സംസാരവും അനുവർത്തനങ്ങളും ഇവരിൽ പ്രത്യേകത ഉളവാക്കുന്നു.
അഭിമാനികളായ ഇവർ തികഞ്ഞ ധർമ്മബോധമുള്ളവരായിരിക്കും. വ്രതാനുഷ്ഠാനങ്ങളിലും ഈശ്വര ഭജനവും കുടുംബക്ഷേമ തൽപരതയും ഇവരിൽ കുടികൊള്ളുന്നു. ഭർതൃഭാഗ്യവും സന്താനഭാഗ്യവും ഇവർക്കുണ്ടായിരിക്കും. ഈ നക്ഷത്രം അന്നപ്രാശനത്തിനും വിവാഹത്തിനും വിദ്യാരംഭത്തിനും കൊള്ളാം. ഈ നക്ഷത്രത്തിൽ ആദ്യത്തെ ആർത്തവം ഉണ്ടാകുന്ന സ്ത്രീ രോഗിണിയായിത്തീരും. ബുധൻ 9 ദശാനാഥനാണെന്ന് ആദ്യമേ പറയപ്പെട്ടു. തുടർന്ന് കേതു 7 വർഷം, ശുക്രൻ 20, സൂര്യൻ 6, ചന്ദ്രൻ 10, ചൊവ്വ 7, രാഹു 18, വ്യാഴം 16, ശനി 19 ഈ ക്രമത്തിൽ ദശാകാലങ്ങൾ കണക്കാക്കപ്പെട്ടിരിക്കുന്നു. പ്രതികൂല നക്ഷത്രങ്ങൾ: ഭരണി, രോഹിണി, തിരുവാതിര, ചിത്തിര 2ാം പകുതി, ചോതി, വിശാഖം ആദ്യ 3 പാദം. രേവതി നക്ഷത്രത്തിൽ ജനിച്ചാൽ 1ാമത്തെ വയസ്സിലും 5ലും വസൂരിയാലും 7ൽ ഉയർന്ന സ്ഥാനത്തു നിന്ന് വീഴുകയാലും 12ൽ വിഷത്താലും 20ൽ സ്ത്രീകളാലും 25ൽ കൈവിഷത്താലും 42ൽ കള്ളന്മാരാലും 48ൽ ശ്വാസവികാരത്താലും 51ൽ വയറ്റുവേദനയാലും 60ൽ കാലിൽ വാതമുണ്ടാകയാലും അരിഷ്ടതകൾ ഉണ്ടാകുന്നതാണ്. ഈ സന്ധികൾ മാറിക്കിട്ടുന്ന പക്ഷം 86ാമത്തെ വയസ്സിൽ മീനമാസം പൂർവപക്ഷത്ത് നവമിയും ചൊവ്വാഴ്ചയും കൂടിയ ദിവസം ഉത്രാടം നക്ഷത്രം ഉദിച്ച് 2 നാഴികയിൽ ആപത്തു സംഭവിക്കാം. ശുക്രൻ, ചന്ദ്രൻ, രാഹു എന്നീ ദശകളിൽ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ്. രേവതി, ആയില്യം, കേട്ട നക്ഷത്രങ്ങൾ ക്ഷേത്ര ദർശനത്തിനും മറ്റു പൂജാതി കർമ്മങ്ങൾക്കും ഉത്തമം. നക്ഷത്രാധിപനായ ബുധനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളാണ് ഇവർ അനുഷ്ഠിക്കേണ്ടത്. രാശ്യാധിപനായ വ്യാഴത്തെയും പ്രീതിപ്പെടുത്തുന്നത് ഉത്തമമാണ്. വിഷ്ണു ഭജനം, ശ്രീകൃഷ്ണ ഭജനം, വിഷ്ണു സഹസ്രനാമ ജപം, ഭാഗവത പാരായണം തുടങ്ങിയവ അനുഷ്ഠിക്കാവുന്നതാണ്. ബുധനാഴ്ചയും രേവതിയും ചേർന്ന് വരുന്ന ദിവസം സവിശേഷ പ്രാധാന്യത്തോടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. മഞ്ഞ, പച്ച തുടങ്ങിയവ അനുകൂല നിറങ്ങൾ.